ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ചാർട്ട് ഡോക്യുമെന്റ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എന്താണ് ചാർട്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് ചാർട്ട് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്? ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് എന്താ ബേൺ അല്ലെങ്കിൽ ബ്ലാക്ക്. ചാർട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഉണ്ടാവും. എന്താണ് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ നോക്കാം, എന്താണ് ചാർട്ട് ഡോക്യുമെന്റ്, അതേപോലെ തന്നെ എഫക്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ഓൺ ടെമ്പറേച്ചർ, അതേപോലത്തെ സിനാരിയോസ് ഇൻ വിച്ച് ചാർട്ട് ഡോക്യുമെന്റ്സ് ആർ ഫൗണ്ട്, അടുത്തത് സ്റ്റെപ്സ് ഫോർ കളക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ചാർട്ട് ഡോക്യുമെന്റ്സ്. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ചാർട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെന്റ് that has been exposed to heat directly. ഒരു ഡോക്യുമെന്റ് ഷീറ്റുമായിട്ട് ഡയറക്റ്റ് എക്സ്പോഷർ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചാർട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് ദ ഡോക്യുമെന്റ് ഹാസ് ബിക്കം ഡാർക്കൻ ആൻഡ് ബ്രിട്ടിൽ ത്രൂ എക്സ്പോസർ ടു ഫയർ. അല്ലേ, ചാർട്ട് ഡോക്യുമെന്റ് എന്താണ്? ബ്രിട്ടിലാണ്, അതേപോലെ തന്നെ ഡാർക്കൻ ആണ്. ഒരു ഡോക്യുമെന്റ് ഫയറിന് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഡാർക്കൻ ആവും, അതേപോലെ തന്നെ ബ്രിട്ടിലാണ്. അതേപോലെ തന്നെ ദേ ആർ എക്സ്ട്രീംലി ഫ്രജൈൽ ആണ്. ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ, അല്ലെ, ബ്രേക്ക് ഡൗൺ ആണ്. ദേ ബിക്കം ഫ്രജൈൽ ആൻഡ് ഡു നോട്ട് റിമെയിൻ ഹോൾസം. അല്ലെ, ഒരു ഹോളായിട്ട് നിൽക്കില്ല. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹോളായിട്ട് നിൽക്കില്ല. അതേപോലെ തന്നെ എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ആൻഡ് കേർലിംഗ് ടുവേർഡ്സ് ദ എഡ്ജസ് ആർ സീൻ. അതായത് എഡ്ജസിൽ ഇൻവേർഡ് ആയിട്ട് കേറണം. നിങ്ങൾ തന്നെ പേപ്പർ എടുത്ത് കത്തിച്ച് നോക്കിയാൽ മതി. അല്ലെ, കത്തിക്കുമ്പോൾ എഡ്ജസ് എന്ത് ചെയ്യും? ഇൻവേർഡ് ആയിട്ട് കേറണം. ഓക്കെ, ഇനി അടുത്ത് ഇതാണ് ചാർട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കത്തിക്കരിഞ്ഞൊരു ഡോക്യുമെന്റ് ആണ് ചാർട്ട് ഡോക്യുമെന്റ്. ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റൈറ്റിംഗ് ഇൻ എ ചാർട്ട് ഡോക്യുമെന്റ്. അതായത് വിവിധ ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ചാർട്ട് പേപ്പറിന്റെ കളർ, ഇത്രത്തോളം അതിലത്തെ കണ്ടന്റ് വിസിബിൾ ആവുന്നതാണ് നമുക്ക് നോക്കും. അതായത് 98 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ബ്രൗൺ കളറാണ് ചാർട്ട് പേപ്പറിന്റെ കളർ. അതേപോലെ തന്നെ എന്താണ്? ലെജിബിൾ ആണ് അതിൽ റൈറ്റിംഗ്. അതായത് വിസിബിലിറ്റി ലെജിബിൾ ആണ്, അതായത് വളരെ കുറച്ചേ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അൺക്ലിയർ ആയിരിക്കും, പ്രോപ്പർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അടുത്തത് 280 ഡിഗ്രി സെൽഷ്യസിൽ കളർ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. കണ്ടന്റ് ഈസ് ടോട്ടലി ഇൻവിസിബിൾ. അടുത്തത് 350 400 ആയി കഴിയുമ്പോൾ ഗ്രേ കളറും ക്രീം വൈറ്റ് കളറും ആണ് ചാർട്ട് പേപ്പറിന്റെ കളർ. പക്ഷേ ഈ രണ്ട് ടെമ്പറേച്ചർ എന്താണ്? വിസിബിലിറ്റി എന്താണ്? ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, അല്ലെ. പക്ഷെ ഇത് നമുക്ക് ചുമ്മാ എടുത്തിട്ട് കളക്ട് ചെയ്ത് അപ്പൊ തന്നെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്യണം? കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് അത് വിസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതൊക്കെ ക്രൈം സീൻസിലാണ് ചാർട്ട് ഡോക്യുമെന്റ് എൻകൗണ്ടർ ചെയ്യുന്നത്? ഒന്നാമത്തത് ആക്സിഡന്റൽ ഫയർ, ഫയറിംഗ് കേസസ്. രണ്ടാമത്തത് ഇന്റൻഷണൽ ഫയർ. ഇന്റൻഷണൽ ഫയറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആർസൺ. ആർസൺ എന്നാണ് ഇന്റൻഷണൽ ഫയറിങ്ങിനെ വിളിക്കുന്ന പേര്. നിങ്ങൾ വേറെ ക്ലാസ്സിൽ കേൾക്കുമായിരിക്കും. അടുത്തത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ്, അല്ലെ. ഇപ്പം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിന് തീരുക, ബിൽഡിങ്ങിന് തീരുക, അല്ലെ, ഒരുപാട് റിലേറ്റഡ് ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഡോക്യുമെന്റിന്റെ ചാറിങ് മെയിൻ ആയിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ്? കൾപ്രിറ്റ്സ് യൂഷ്വലി ഫൈൻഡ് ഇറ്റ് ഈസി ടു ഡിസ്ട്രോയ് എവിഡൻസ് ഇൻ ദ ഫോം ഓഫ് ഡോക്യുമെന്റ്സ് ബൈ ബേണിംഗ് ദം. അല്ലെ, ഡോക്യുമെന്റ്സ് ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ചാറിങ്ങിനെ കരുതുന്നത്, അതായത് ബേണിങ്ങിനെ കരുതുന്നത്. ഇനി ഒരു ആർസൺ കേസിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ചാർട്ട് ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ നമ്മുടെ കയ്യിൽ വേണം? ആ കിറ്റിൽ ഒരു കിറ്റ് എന്തായിട്ടുണ്ട്? ഒരു കിറ്റ് റിക്വയർമെന്റ് ഉണ്ട്. ആ കിറ്റിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? ഒന്നാമത്തെ എന്താണ്? ഫോർസെപ്സ്. ഫോർസെപ്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ഇങ്ങനൊരു സംഭവമാണ്, അല്ലെ. ഇങ്ങനൊരു വി ഷേപ്പിലുള്ളത് ഇതാണ്. അതിന്റെ എഡ്ജസിന് എന്തായിരിക്കണം? പ്ലാസ്റ്റിക് കോട്ട് ചെയ്യുന്നതായിരിക്കണം. കാരണം എന്താ? ഈ പറഞ്ഞ ചാർട്ട് ഡോക്യുമെന്റ് ഫ്രജൈലാണ്, ബ്രിട്ടിലാണ്. ഫർദർ ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത ഫോർസെപ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തെന്താണ്? സ്പാച്ചുല. സ്പാച്ചുല എന്ന് പറയുന്നത് ഒരു സ്പൂൺ ടൈപ്പ് തന്നെയാണ്. സ്പൂൺ, അതായത് ഒരു എഡ്ജില് റെക്ടാംഗുലർ ഷേപ്പും ഓപ്പോസിറ്റ് എഡ്ജില് സർക്കിളും ആയിരിക്കും. സ്പാച്ചുല എന്ന് പറയുന്നത് സ്പൂണാണ്, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് കാർഡ്ബോർഡ് ബോക്സസ് ആണ്, അതായത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിനെ സേഫ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉള്ളത്. അടുത്തത് കോട്ടൺ.
കോട്ടൺ എന്ന് പറയുന്നത് ആ പറഞ്ഞ ഫ്രജൈലായ ഡോക്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു കറോഗേറ്റഡ് ബോക്സ് ആണ്. കറോഗേറ്റഡ് ബോക്സ് ആയിട്ട് എന്താണ്, കാർഡ്ബോർഡ് തന്നെയാണ് അത് യൂസ് ചെയ്യുക. അതായത് ഡോക്യുമെന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറോഗേറ്റഡ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പോളിവിനൈൽ അസറ്റേറ്റ് സൊല്യൂഷൻ. ഇതെന്ന് പറയുന്നത് സ്റ്റെബിലൈസർ ആണ്. ഇറ്റ്സ് എ സ്റ്റെബിലൈസർ. എന്തുകൊണ്ടാണ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്? ബ്രിട്ടിലാണ്, ഫ്രജൈൽ ആണ്, അല്ലെ? സോ കൂടുതൽ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്പ്രേയർ വേണം, സ്പ്രേയിങ് ബോട്ടിൽ വേണം. ഓക്കെ. ഇനി അടുത്തത് ഒരു സേഫ്റ്റി ഗ്ലൗസ് ആണ്. ഇത് ആർസൺ കേസസ് അല്ല, ഏതൊരു ക്രൈം സീനിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സേഫ്റ്റി ഗ്ലൗസ്. അതേപോലെ തന്നെ എന്ത് വേണം? PPE കിറ്റ് വേണം, സ്പെക്സ്, ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എന്താണ്? ഒരു തിൻ ഗ്ലാസ് ഷീറ്റ് വേണം. അതായത് ഡോക്യുമെന്റിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരുപാട് ബേൺ ആയി കഴിഞ്ഞ് ഓൾറെഡി ഫ്രജൈൽ ആയ സാധനങ്ങൾ ഉണ്ടാവും, അല്ലെ? പൊടിഞ്ഞു പോയ ഡോക്യുമെന്റ് ഉണ്ടാവും, അതിനെ പിക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സർഫേസ് ആണ് ഗ്ലാസ് ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് സോഴ്സ്. എന്തൊക്കെയാവാം? UV ലൈറ്റ് ആവാം, IR ആവാം, അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്, എന്ത് വേണമെങ്കിലും ആവാം. വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒബ്ലിക് ലൈറ്റ് യൂസ് ചെയ്യാം, ട്രാൻസ്മിറ്റർ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ 3 ലൈറ്റ് സോഴ്സസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് ലൈറ്റ് സോഴ്സ് എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് ലൈറ്റ് സോഴ്സ്. ഓൾട്ടർനേറ്റീവ് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടൈപ്പ് ടോർച്ച് ആണ്. അതിൽ ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും, ഓറഞ്ച് ലൈറ്റ് ഉണ്ടാവും, യെല്ലോ ലൈറ്റ് ഉണ്ടാവും, ബ്ലൂ ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഓൾട്ടർനേറ്റീവ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ക്യാമറ വേണം. എന്തിനാണ് ക്യാമറ യൂസ് ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫിക്ക്. ഫോട്ടോഗ്രാഫി ചെയ്യാനാണ് ഡോക്യുമെന്റേഷൻ, അല്ല? ഫോട്ടോഗ്രാഫി ഇസ് എ പാർട്ട് ഓഫ് ഡോക്യുമെന്റേഷൻ. കോർട്ടിൽ പ്രസന്റ് ചെയ്യുന്ന ഏതൊക്കെ എവിഡൻസ് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തു, ഏത് ക്രൈംസിൽ നിന്നാണ് കളക്ട് ചെയ്തത്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഫോട്ടോഗ്രാഫിയാണ്. അടുത്തത് ഹ്യൂമിഡിഫയർ ആൻഡ് ഡീഹൈഡ്രേറ്റർ ആണ്. ഹ്യൂമിഡിഫയർ ആൻഡ് ഡീഹൈഡ്രേറ്റർ. നമ്മൾ കഴിഞ്ഞ എസ്ഡ എന്ന് പറഞ്ഞൊരു ഭാഗം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഹ്യൂമിഡിഫയറിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ? ഒരു ക്രൈം സീനിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കാം? ഇത് പറഞ്ഞ പോലെ ഡോക്യുമെന്റ് ഡാമേജ് ആവും. സോ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക. ഡോക്യുമെന്റ് ഹൈലി ഹ്യൂമിഡ് ആണെങ്കിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക, എന്ത് ചെയ്യാം? ഒരു കറക്റ്റ് ലെവലിൽ മാറ്റാം. അടുത്ത ഡീഹൈഡ്രേറ്റർ ആണ്. എന്താണ് ഡീഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യുക? കുറയ്ക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡ്രൈ ചെയ്യുക. അതാണ് ഡീഹൈഡ്രേറ്ററിന്റെ ഫംഗ്ഷൻ. അടുത്തത് പ്ലാസ്റ്റിക് ടേപ്പ് ആൻഡ് സ്റ്റേപ്ലർ. ഓക്കെ. ഇനി അടുത്തത് സ്റ്റെപ്സ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് ചാർട്ട് ഡോക്യുമെന്റ് ആണ്. അതായത് ആർസൺ കേസിലോട്ട് പോയി, അല്ലെ? നമ്മുടെ കിറ്റുമായിട്ട് പോയി. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചാർട്ട് ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ടത്? ഒന്നാമത്തെയാണ് ഹാൻഡ്ലിംഗ്. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുണ്ട്. അടുത്തത് സ്റ്റെബിലൈസേഷൻ ആണ്. ഫ്രജൈൽ നേച്ചർ ആയതുകൊണ്ട് തന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ്? കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ദി ചാർട്ട് ഡോക്യുമെന്റ്, ആൻഡ് ഫൈനലി ഡിസഫറിംഗ് ഓഫ് ദി ചാർട്ട് ഡോക്യുമെന്റ്. ഇത്രയാണ് സ്റ്റെപ്സ്. ഇതിന്റെ റീഅറേഞ്ച്മെന്റ് ഒക്കെ പഠിച്ചു വെക്കുക, ഇത് കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.